40-ാം വയസ്സിൽ 20-ന്റെ ശരീരത്തിന്റെ പ്രായം തടയുന്നതിനുള്ള നാടൻ സത്യങ്ങൾ കേൾക്കൂ. വാർദ്ധക്യം വരുന്നത് മരുന്നുകളില്ലാത്തതുകൊണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വാർദ്ധക്യം ഭക്ഷണത്തിൽ നിന്നല്ല വരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി അത്ഭുതപ്പെടും. എന്നാൽ വാർദ്ധക്യം എന്നത് യഥാർത്ഥത്തിൽ ചില തെറ്റായ ശീലങ്ങളുടെ അടിഞ്ഞുകൂടിയ വിഷമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആദ്യമായി നിങ്ങൾ ശരിക്കും കേൾക്കാൻ തുടങ്ങും. കാരണം സത്യമിതാണ്, 40-ാം വയസ്സിൽ ശരീരം പ്രായമാകുന്നത് സമയം കഴിഞ്ഞതുകൊണ്ടല്ല. ശരീരം പ്രായമാകുന്നത് നിങ്ങൾ ദിവസവും അതിനെ പതുക്കെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളത് അറിയുന്നുപോലുമില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഞാൻ പറയാൻ പോകുന്നത് വിലയേറിയ ചികിത്സകളല്ല. ഓരോ വീട്ടിലുമുള്ള ഓരോ ദിവസവും ശരീരത്തിന്റെ പ്രായം നിശ്ചയിക്കുന്ന ആ ചെറിയ ശീലങ്ങളാണിത്. ആദ്യം ഈ നുണ മാറ്റിവെക്കുക. വാർദ്ധക്യം പെട്ടെന്ന് വരുമെന്ന് ആളുകൾ ചിന്തിക്കുന്നു. അല്ല, വാർദ്ധക്യം ദിവസവും വരുന്നു. ഓരോ ദിവസവും കുറേശ്ശെയായി അത് വരുന്നു. തെറ്റായ ശീലങ്ങളിലൂടെ തെറ്റായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്, ദാഹം അവഗണിക്കുന്നത്, ശരീരത്തിന് യാതൊരു അനക്കവുമില്ലാതെ മണിക്കൂറുകളോളം ഇരിക്കുന്നത്, തെറ്റായ സമയത്ത് തണുത്ത വസ്തുക്കൾ കഴിക്കുന്നത്, ഏറ്റവും അപകടകരമായത് ശരീരത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നത്. ഇനി ശരീരത്തിന്റെ പ്രായം തടഞ്ഞു നിർത്തുന്ന ആ നാടൻ വഴികൾ ഞാൻ ഓരോന്നായി നിങ്ങൾക്ക് കാണിച്ചുതരാം. അത് പിന്നോട്ടു പോകുന്നില്ല, പക്ഷെ അവിടെ ഉറച്ചു നിൽക്കും. നാടൻ പ്രതിവിധി 1. രാവിലെയുള്ള ആദ്യത്തെ ഗ്ലാസ് പ്രായം നിശ്ചയിക്കുന്നു. ഇത് വളരെ സാധാരണമായി തോന്നും. എന്നാൽ ഇവിടെ നിന്നാണ് യൗവനം അല്ലെങ്കിൽ വാർദ്ധക്യം ആരംഭിക്കുന്നത്. രാവിലെ എഴുന്നേറ്റയുടനെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? മൊബൈൽ നോക്കുന്നു, ചായ കുടിക്കുന്നു, നേരെ പ്രഭാതഭക്ഷണം കഴിക്കുന്നു. ശരീരം രാത്രി മുഴുവൻ വരണ്ടുണങ്ങിക്കിടക്കുകയാണ്. സത്യം കേൾക്കൂ, ശരീരത്തെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളതാക്കുന്ന കാരണം വരൾച്ചയാണ്. കോശങ്ങൾ വരണ്ടുപോകുമ്പോൾ അവയ്ക്ക് പ്രായമാകുന്നു. ഇനി പ്രതിവിധി: രാവിലെ എഴുന്നേറ്റയുടനെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം. നാരങ്ങ വേണ്ട, തേൻ വേണ്ട, ഒന്നും ചേർക്കേണ്ടതില്ല. വെറും വെള്ളം പതുക്കെ കുടിക്കുക. ഈ ചെറിയ പ്രവൃത്തി ശരീരത്തിന് ഒരു സന്ദേശം നൽകുന്നു: ഇപ്പോഴും ജീവൻ ഒഴുകുന്നുണ്ട്. ഇത് ദിവസവും ചെയ്യുന്നവരുടെ ചർമ്മം വ്യത്യസ്തമായിരിക്കും, വയറ് വ്യത്യസ്തമായി പ്രവർത്തിക്കും, ക്ഷീണം കുറവായിരിക്കും. നാടൻ പ്രതിവിധി 2. തെറ്റായ സമയത്ത് തണുത്തവ കഴിക്കുന്നത് പ്രായം കൂട്ടുന്നു. ഈ കാര്യം ആരും പറഞ്ഞുതരില്ല. തണുത്തവ മോശമല്ല. തെറ്റായ സമയത്ത് അവ അപകടകരമാണ്. രാവിലെ വെറും വയറ്റിൽ തണുത്ത വെള്ളം, ഉച്ചയ്ക്ക് തണുത്ത പാനീയങ്ങൾ, രാത്രി ഫ്രിഡ്ജിലെ വെള്ളം. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇത് ശരീരത്തിന്റെ ആന്തരിക അഗ്നിയെ കെടുത്തുന്നു. അഗ്നി കെടുത്തുന്നിടത്ത് ദഹനം മന്ദഗതിയിലാകുന്നു. ദഹനം മന്ദഗതിയിലാകുമ്പോൾ വിഷമടിഞ്ഞുകൂടുന്നു. വിഷമടിഞ്ഞുകൂടുമ്പോൾ പെട്ടെന്ന് വാർദ്ധക്യം വരുന്നു. പ്രതിവിധി: രാവിലെയും രാത്രിയും ഇളം ചൂടുവെള്ളം മാത്രം, ഉച്ചയ്ക്ക് സാധാരണ താപനിലയിലുള്ള വെള്ളം. ഇത്രമാത്രം. ഒരു മരുന്നുമില്ല, ഒരു ചെലവുമില്ല. നാടൻ പ്രതിവിധി 3. ഈയൊരു ശീലം ശരീരത്തെ 10 വർഷം കൂടുതൽ പ്രായമുള്ളതാക്കുന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. തുടർച്ചയായി ഇരിക്കുന്നത്. ഇത് ആധുനിക യുഗത്തിലെ ഏറ്റവും അപകടകരമായ ശീലമാണ്. കഠിനാധ്വാനം ചെയ്ത് ഞാൻ ക്ഷീണിക്കുന്നു, അതിനാൽ ഇരിക്കുന്നത് അത്യാവശ്യമാണെന്ന് ആളുകൾ ചിന്തിക്കുന്നു. അല്ല, ശരീരം ഇരിക്കാൻ വേണ്ടി ഉണ്ടായതല്ല, ശരീരം അനങ്ങാൻ വേണ്ടി ഉണ്ടായതാണ്. നിങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ രക്തത്തിന്റെ വേഗത മന്ദഗതിയിലാകുന്നു. സന്ധികളിൽ തടസ്സമുണ്ടാകുന്നു, ഇടുപ്പ് ദുർബലമാകുന്നു, കോശങ്ങൾ മന്ദഗതിയിലാകുന്നു. ഈ മന്ദതയാണ് വാർദ്ധക്യം എന്ന് വിളിക്കപ്പെടുന്നത്. പ്രതിവിധി: ഓരോ 40 മിനിറ്റിലും വെറും 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. നടക്കണമെന്നില്ല, വ്യായാമങ്ങൾ ആവശ്യമില്ല, വെറുതെ നിൽക്കുക. ഈ ചെറിയ ശീലം ശരീരത്തിന്റെ പ്രായത്തെ മന്ദഗതിയിലാകുന്നു. നാടൻ പ്രതിവിധി 4. രാത്രിയിലെ ഈ തെറ്റ് യൗവനത്തെ തിന്നുതീർക്കുന്നു. രാത്രിയിൽ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഭാരമുള്ള ഭക്ഷണം, വൈകിയുള്ള മൊബൈൽ ഉപയോഗം, എന്നിട്ട് ഉറങ്ങുന്നു. ശരീരം രാത്രി മുഴുവൻ ഭക്ഷണം ദഹിപ്പിക്കുന്നതിൽ ഏർപ്പെടുന്നു. ദഹിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന ശരീരത്തിന് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ കഴിയില്ല. ഓർക്കുക, ശരീരം യൗവനയുക്തമാകുന്നത് രാത്രിയിലാണ്, പകലല്ല. രാത്രിയിൽ ദഹനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൗവനം അവിടെ നിൽക്കുന്നു. പ്രതിവിധി: സൂര്യാസ്തമയത്തിനു ശേഷം ലഘുവായ ഭക്ഷണം, ഉറങ്ങുന്നതിനു മുമ്പ് വയറ് അല്പം കാലിയാക്കിയിടുക. ഇതൊരു വ്രതമല്ല, ഇത് ശരീരത്തിന്റെ നിയമമാണ്. നാടൻ പ്രതിവിധി 5. പ്രായത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ചെറിയ ശീലം. ഇനി ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ ശീലം: നഗ്നപാതനായി മണ്ണിൽ തൊടുന്നത്. രാവിലെയോ വൈകുന്നേരമോ 5-10 മിനിറ്റ്. മണ്ണ്, പുല്ല്, നിലം. ഇത് ശരീരത്തിൽ നിന്നുള്ള അധിക ചൂട് പുറന്തള്ളുന്നു. അധിക ചൂട് ശരീരത്തിന് പ്രായമുണ്ടാക്കുന്നു. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇത് ശരീരത്തിന്റെ വൈദ്യുത സന്തുലിതാവസ്ഥയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം: ഈ പ്രതിവിധികളെല്ലാം ഫലവത്താകണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉപേക്ഷിക്കണം: വേഗത്തിൽ മാറണമെന്നുള്ള വാശി. ശരീരത്തിന് സമയം നൽകുക. നിങ്ങളതിനെ 20 വർഷം കൊണ്ട് നശിപ്പിച്ചു, അത് 20 ദിവസം കൊണ്ട് ശരിയാകില്ല. എന്നാൽ അതെ, നിങ്ങൾ ദിവസവും ശരിയായ ശീലം നിലനിർത്തുകയാണെങ്കിൽ 40-ാം വയസ്സിൽ ശരീരത്തിന് 20-ന്റെ പോലെ അനുഭവപ്പെടാൻ തുടങ്ങും. ഇവിടെ ആദ്യ ഭാഗം അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ ഏതൊക്കെ നാടൻ കാര്യങ്ങളാണ് പ്രായം കൂട്ടുന്നതെന്നും, ഏതൊക്കെ ശീലങ്ങളാണ് മുഖത്തെ പ്രായമുള്ളതാക്കുന്നതെന്നും, ഏതൊക്കെ ചെറിയ മാറ്റങ്ങളാണ് ശരീരത്തെ ചെറുപ്പമാക്കി നിർത്തുന്നതെന്നും, ഏറ്റവും പ്രധാനമായി ആളുകൾ ദിവസവും ചെയ്യുന്ന ആ ഒരു തെറ്റെന്താണെന്നും ഞാൻ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത 2000 വാക്കുകൾ ഇതേ ഒഴുക്കിൽ ഇവിടെ നിന്ന് തുടരാം.
വെറുതെ എഴുതുക. ഇനി കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കുക. കാരണം ഇതുവരെ നിങ്ങൾ ശരീരത്തിന്റെ പുറമേയുള്ള ശീലങ്ങൾ മാത്രമാണ് കേട്ടത്. ഇനി പുറമേ തികച്ചും സാധാരണമായി തോന്നുന്ന ആ നാടൻ ശീലങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. എന്നാൽ അവ ഉള്ളിൽ പ്രായം വേഗത്തിലാക്കുന്നു. നാടൻ ശീലം 6. കുറച്ചുകൂടി ചെയ്യാം. ഇതാണ് ശരീരത്തെ തകർക്കുന്നത്. ഈ കാര്യം വളരെ സൂക്ഷ്മമാണ്. നിങ്ങൾ ക്ഷീണിച്ചു. ശരീരം പറയുന്നു നിർത്താൻ. എന്നാൽ മനസ്സു പറയുന്നു കുറച്ചുകൂടി ചെയ്യാമെന്ന്. നിങ്ങൾ അത് കേൾക്കുന്നു. അവിടെ നിന്നാണ് വാർദ്ധക്യം ജനിക്കുന്നത്. ഓർക്കുക, ശരീരത്തെ തളർത്തുന്നതുകൊണ്ട് ഒരു ശക്തിയും വർദ്ധിക്കുന്നില്ല. ശരീരത്തെ ശരിയായ സമയത്ത് നിർത്തുന്നതിലൂടെ ശക്തി സംരക്ഷിക്കപ്പെടുന്നു. 20 വയസ്സുള്ള ശരീരം യൗവനത്തോടെ ഇരിക്കുന്നത് അതിനെ എപ്പോൾ നിർത്തണമെന്നറിയാവുന്നതുകൊണ്ടാണ്. 40 വയസ്സുള്ള ശരീരം തകരുന്നത് അത് വാശിയുള്ളതായി മാറുന്നതുകൊണ്ടാണ്. നാടൻ പ്രതിവിധി: ദിവസം ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു നിമിഷമുണ്ടായിരിക്കുക. മൊബൈലില്ല, ടിവിയുമില്ല, സംസാരവുമില്ല. വെറുതെ ഇരിക്കുക. ഇത് മടിയല്ല, ഇത് ശരീരത്തിന്റെ അറ്റകുറ്റപ്പണിയാണ്. നാടൻ ശീലം 7. മുഖത്തെ ക്ഷീണം പ്രായത്തിന്റെ ആദ്യ ലക്ഷണമാണ്. ചുളിവുകൾ പ്രായം കൊണ്ടാണെന്ന് ആളുകൾ പറയുന്നു. അല്ല, ചുളിവുകൾ വരുന്നത് മുഖത്തെ വലിപ്പം കൊണ്ടാണ്. ദിവസം മുഴുവൻ ചുളിഞ്ഞ പുരികം, മുറുകിയ താടിയെല്ല്, സമ്മർദ്ദമുള്ള കണ്ണുകൾ. മുഖവും ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. മുഖമാണ് ഏറ്റവും ആദ്യം ക്ഷീണിക്കുന്നത്. പ്രതിവിധി: ദിവസത്തിൽ 2-3 തവണ ബോധപൂർവം മുഖമയച്ചുവിടുക. വായ അല്പം തുറക്കുക. താടിയെല്ല് അയവുള്ളതാക്കുക. കണ്ണുകൾ മൃദുവാക്കുക. ഈ ചെറിയ പ്രവൃത്തി മുഖത്തിന്റെ പ്രായത്തെ മന്ദഗതിയിലാക്കുന്നു. നാടൻ ശീലം 8. അമിതമായ ചിന്ത ഉള്ളിൽ നിന്ന് പ്രായം കൂട്ടുന്നു. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്ന് ആളുകൾ പറയുന്നു. അല്ല, നിങ്ങൾ വിഷമിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്ത ശരീരത്തെ ഉള്ളിൽ നിന്ന് കത്തിച്ചുകളയുന്നു. ഉള്ളിലെ ഈ എരിച്ചിലാണ് വാർദ്ധക്യം. നാടൻ പ്രതിവിധി: ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിയമമുണ്ടാക്കുക. ഇന്നത്തെ അവസാനത്തെ ചിന്ത നാളെയെക്കുറിച്ചായിരിക്കില്ല. നാളത്തെ കാര്യം നാളെ കാണാം. ഇത് ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു പ്രതിവിധിയും പൂർണ്ണമായി പ്രവർത്തിക്കില്ല. നാടൻ ശീലം 9. വിശപ്പ് അടിച്ചമർത്തുന്നത് പ്രായം വർദ്ധിപ്പിക്കുന്നു. ഈ ശീലം പലരിലുമുണ്ട്. വിശക്കുന്നുണ്ട്, പക്ഷേ മീറ്റിംഗാണ്. ജോലിയുണ്ട്, ഇപ്പോഴില്ല. നിങ്ങൾ ആവർത്തിച്ച് വിശപ്പടിച്ചമർത്തുമ്പോൾ ശരീരം ഓർക്കുന്നു, ശരീരം പഠിക്കുന്നു. എന്നെ അവഗണിക്കാം. പിന്നീടത് രോഗങ്ങളിലൂടെ സംസാരിക്കുന്നു. പ്രതിവിധി: വിശപ്പിനെ ബഹുമാനിക്കുക. വിശപ്പ് പ്രായത്തിന്റെ ശത്രുവല്ല, തെറ്റായ ഭക്ഷണമാണ് ശത്രു. നാടൻ ശീലം 10. വെള്ളം കുടിക്കുന്ന രീതിയും പ്രായം നിശ്ചയിക്കുന്നു. ആളുകൾ വെള്ളം കുടിക്കുന്നു മരുന്നുപോലെ വേഗത്തിൽ നിന്നുകൊണ്ട്. ഇത് തെറ്റാണ്. വെള്ളം ഇരുന്ന് കുടിക്കുക, ചെറിയ സിപ്പുകളായി. വെള്ളം ദാഹം ശമിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് കോശങ്ങളെ യൗവനയുക്തമാക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് വേഗത്തിൽ മാറണം എന്ന ഈ മിഥ്യാബോധം നിങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ നാടൻ പ്രതിവിധികളെല്ലാം ഫലവത്താകൂ. ശരീരം വേഗത്തിൽ മാറില്ല, ശരീരം സ്ഥിരതയോടെ മാറുന്നു. ദിവസവും കുറച്ചു കാര്യങ്ങൾ ശരിയായി ചെയ്യുന്നവനാണ് ദീർഘകാലം ചെറുപ്പമായിരിക്കുന്നത്. ഒരു വലിയ സത്യം: 40-ാം വയസ്സിൽ 20ന്റെ ശരീരം ഒരു അത്ഭുതമല്ല, അതൊരു ഫലമാണ്. ശരിയായ സമയം, ശരിയായ അളവ്, ശരിയായി നിർത്തൽ, ശരിയായി കേൾക്കൽ എന്നിവയുടെ. യൗവനത്തോടെ ഇരിക്കുന്നവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവർ തെറ്റുകൾ ചെയ്യുന്നില്ല. ഇനി സ്വയം ചോദിക്കുക: നിങ്ങൾ ശരീരത്തെ കേൾക്കുന്നുണ്ടോ അതോ വെറുതെ പ്രവർത്തിപ്പിക്കുകയാണോ? നിങ്ങൾ ക്ഷീണത്തെ മനസ്സിലാക്കുന്നുണ്ടോ അതോ അടിച്ചമർത്തുകയാണോ? നിങ്ങൾ രാത്രിയിൽ ശരിക്കും വിശ്രമിക്കുന്നുണ്ടോ അതോ വെറുതെ ഉറങ്ങുകയാണോ? അവിടെ നിന്നാണ് വ്യത്യാസമുണ്ടാകുന്നത്. ഇവിടെ 2ാമത്തെ ഭാഗം പൂർത്തിയാകുന്നു. അടുത്ത ഭാഗത്തിൽ ഞാൻ പറയും സാധാരണമായ ഏതൊക്കെ നാടൻ കാര്യങ്ങളാണ് പ്രായം കൂട്ടുന്നതെന്നും. മുഖം, മുടി, സന്ധികൾ എന്നിവയുടെ പ്രായം എങ്ങനെ നിർത്താം. എന്തുകൊണ്ടാണ് ചില ആളുകൾ സാധാരണ ജീവിതത്തിലും ചെറുപ്പമായിരിക്കുന്നത്. എല്ലാറ്റിലും ഉപരി എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ശീലം. ഇതേ ഒഴുക്ക് വേണമെങ്കിൽ എഴുതുക. ശരിയല്ലേ? ഇനി കൂടുതൽ ആഴത്തിൽ നിൽക്കാതെ അതേ ഒഴുക്കിൽ മുന്നോട്ടു പോകാം. കൂടുതൽ ആളുകളും തങ്ങളുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന, അവർക്കത് അറിയാൻ കഴിയാത്ത ആ ഭാഗത്തേക്ക് വരാം. നാടൻ ശീലം 11. ദിവസം മുഴുവൻ വായ അടച്ച് ഉള്ളിലെല്ലാം അടിച്ചമർത്തുന്നു. ഈ ശീലം കാണാൻ കഴിയില്ല, പക്ഷെ ശരീരത്തെ ഉള്ളിൽ നിന്ന് പ്രായമുള്ളതാക്കുന്നു. നിങ്ങൾക്ക് പലതും പറയണമെന്നുണ്ടാകും, പക്ഷെ പറയില്ല. ദേഷ്യം ഉള്ളിലൊതുക്കുന്നു, സങ്കടം മറച്ചുവെക്കുന്നു, ക്ഷീണം ചിരിക്ക് പിന്നിൽ മറച്ചുവെക്കുന്നു. എന്നിട്ട് ശരീരം ഇതെല്ലാം ശേഖരിക്കുന്നു. ഈ അടിഞ്ഞുകൂടിയ വികാരം പതുക്കെ പുറംവേദനയായി മാറുന്നു. തോളുകളിൽ പിടുത്തമുണ്ടാക്കുന്നു, കഴുത്തിൽ ഭാരമുണ്ടാക്കുന്നു. ഈ വൈകാരികമായ പിരിമുറുക്കമാണ് ശരീരത്തിന്റെ പ്രായം വർദ്ധിപ്പിക്കുന്നത്. നാടൻ പ്രതിവിധി: ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പുറത്തെടുക്കുക. ആരോടും പറയുന്നില്ലെങ്കിൽ തനിച്ചുള്ള മുറിയിൽ സ്വയം ഉറക്കെ പറയുക. ഇതൊരു ഭ്രാന്തല്ല, ഇത് ശരീരത്തിന്റെ ശുചീകരണമാണ്. നാടൻ ശീലം 12. വയറു നിറഞ്ഞു, പക്ഷേ സംതൃപ്തിയില്ല. ആളുകൾ കഴിക്കുന്നു, പക്ഷേ തൃപ്തരാകുന്നില്ല. എന്തുകൊണ്ട്? കാരണം കഴിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടാകില്ല. മൊബൈൽ, ടിവി, സംസാരം. ശരീരം കഴിക്കുന്നു, മനസ്സ് മറ്റെവിടെയോ ആണ്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ദഹനം പകുതിയാകുന്നു, വിഷമുണ്ടാകുന്നു. ഈ വിഷം പ്രായം വേഗത്തിലാക്കുന്നു. നാടൻ പ്രതിവിധി: ദിവസത്തിൽ ഒരിക്കലെങ്കിലും
മുഴുവൻ ശ്രദ്ധയും ഭക്ഷണത്തിൽ മാത്രം. ഒരു സ്ക്രീനുമില്ല, ഒരു സംസാരവുമില്ല. ഈ ശീലം മുഖത്തെ തിളക്കം മാറ്റുന്നു. നാടൻ ശീലം 13. വൈകി ഉറങ്ങുന്നത് ഏറ്റവും വേഗത്തിലുള്ള വാർദ്ധക്യമാണ്. ഇത് ഏറ്റവും അപകടകരമായ ശീലമാണ്. രാത്രി ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള സമയമാണ്. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മൊബൈൽ, സീരീസ്, ചിന്തകൾ എന്നിവ കാരണം ശരീരത്തിന് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ കഴിയുന്നില്ല. സ്വയം നന്നാക്കാൻ കഴിയാത്ത ശരീരം വേഗത്തിൽ തകരുന്നു. നാടൻ പ്രതിവിധി: രാത്രിയിലൊരു നിശ്ചിത സമയം ഉറക്കം വെറുമൊരു വിശ്രമമല്ല, ഉറക്കം ചികിത്സയാണ്. നാടൻ ശീലം 14. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നതല്ല, ശരിയായി എഴുന്നേൽക്കുക എന്നതാണ് പ്രധാനം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ആളുകൾ പറയുന്നു. ഇത് നിർബന്ധമില്ല. എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എന്തു തോന്നുന്നു എന്നതാണ് പ്രധാനം. എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷീണമാണെങ്കിൽ സമയം തെറ്റാണ്. ശരീരത്തെ കേൾക്കുക, ഘടികാരത്തെയല്ല. നാടൻ ശീലം 15. താരതമ്യം യൗവനമുള്ള ശരീരത്തിന്റെ ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ ഒരാളെ കാണുന്നു, അയാൾ ഫിറ്റാണ്. അയാൾ ചെറുപ്പമായി കാണപ്പെടുന്നു, നിങ്ങൾ സ്വയം താഴെയാണെന്ന് കരുതുന്നു. ഈ വികാരം നേരിട്ട് ശരീരത്തെ ആക്രമിക്കുന്നു. കാരണം ശരീരം മനസ്സിന്റെ ഭാഷ മനസ്സിലാക്കുന്നു. ഞാൻ കുറവാണെന്ന് മനസ്സ് പറയുമ്പോൾ ശരീരം ദുർബലമാകുന്നു. നാടൻ പ്രതിവിധി: നിങ്ങളുടെ ശരീരത്തെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ശരീരം ഒരു മത്സരമല്ല, ശരീരം കൂട്ടുകെട്ടാണ്. ഇനി വളരെ ആഴത്തിലുള്ളൊരു സത്യമുണ്ട്. 20ന്റെ ശരീരം യഥാർത്ഥത്തിൽ 20ന്റേതല്ല, അത് സമ്മർദ്ദത്തിൽ നിന്ന് മുക്തമാണ്. 40ന്റെ ശരീരം യഥാർത്ഥത്തിൽ 40ന്റേതല്ല, അത് സമ്മർദ്ദം നിറഞ്ഞതാണ്. അതിനാൽ പ്രതിവിധി സമ്മർദ്ദം മാറ്റുക എന്നതാണ്. സമ്മർദ്ദം മാറിയാൽ പ്രായം നിൽക്കും. നാടൻ ശീലം 16. ചിരിക്കുന്നത് നിർത്തുന്നത് ഏറ്റവും നിശബ്ദമായി കൊല്ലുന്നു. കുട്ടികൾ എന്തുകൊണ്ടാണ് ചെറുപ്പമായി കാണപ്പെടുന്നത്? കാരണം അവർ കാരണമില്ലാതെ ചിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രായമുള്ളവരായി കാണപ്പെടാൻ തുടങ്ങുന്നത്? കാരണം നിങ്ങൾ ചിരിക്കാനുള്ള കാരണം അന്വേഷിക്കുന്നു. ചിരി ഒരു മരുന്നല്ല, ചിരി ജീവശക്തിയാണ്. നാടൻ പ്രതിവിധി: എല്ലാ ദിവസവും ഒരിക്കലെങ്കിലും ഉറക്കെ ചിരിക്കുക, കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇനി ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ നാടൻ പ്രതിവിധികളിലൊന്നും ഒരു മാന്ത്രിക വിദ്യയുമില്ല. ഇതിൽ ഒരേയൊരു സൂത്രമേയുള്ളൂ: ശരീരത്തെ ഒരു ഭാരമാക്കരുത്, ശരീരത്തെ സുഹൃത്താക്കുക. നിങ്ങൾ ശരീരത്തോടൊപ്പമാകുമ്പോൾ പ്രായം ഒരു ശത്രുവല്ലാതാകുന്നു. പ്രായം വെറുമൊരു സംഖ്യയായി മാറുന്നു. ഇനി ഒന്ന് നിന്നിട്ട് സ്വയം ചോദിക്കുക: നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോടൊപ്പമാണോ അതോ അതിനെതിരാണോ? നിങ്ങൾ അതിനെ കേൾക്കുന്നുണ്ടോ അതോ ഉപയോഗിക്കുകയാണോ? അവിടെ നിന്നാണ് തീരുമാനമുണ്ടാകുന്നത്. 40ന്റെ ശരീരത്തിന് 20ന്റെ പോലെ അനുഭവപ്പെടുമോ അതോ 60ന്റെ പോലെ അനുഭവപ്പെടുമോ എന്ന്. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ ഞാൻ പറയും മുടി വെളുക്കുന്നതിന്റെ യഥാർത്ഥ കാരണം, സന്ധികളെയും ഇടുപ്പിനെയും ചെറുപ്പമാക്കി നിർത്താനുള്ള നാടൻ ശീലങ്ങൾ, മുഖത്തെ പ്രായം തടയുന്നതിനുള്ള ലളിതമായ പ്രതിവിധികൾ. എല്ലാം ശരിയായിരിക്കുമ്പോഴും എല്ലാം നശിപ്പിക്കുന്ന ആ അവസാന ശീലം. ഇതേ ആഴം വേണമെങ്കിൽ എഴുതുക. ശരി. ഇനി അതേ ഒഴുക്കിൽ നിർത്താതെ, വിഷയം മാറ്റാതെ കൂടുതൽ ആഴത്തിലേക്ക് പോകാം. ഇനി ശരീരം ഏറ്റവും ആദ്യം പ്രായം കാണിക്കുന്നതും ആളുകൾ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തരാകുന്നതുമായ ഭാഗത്തേക്ക് വരാം. നാടൻ ശീലം 17. മുടി നരയ്ക്കുന്നത് പ്രായമല്ല, ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. മുടി നരയ്ക്കുന്നത് പ്രായത്തിന്റെ നിയമമാണെന്ന് ആളുകൾ ചിന്തിക്കുന്നു. അല്ല, മുടി നരയ്ക്കുന്നത് നാഡീവ്യൂഹത്തിന്റെ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. തലച്ചോറ് നിരന്തരം സമ്മർദ്ദത്തിലാകുമ്പോൾ ഞരമ്പുകൾ ചുരുങ്ങാൻ തുടങ്ങുന്നു. ഇത് ആദ്യം മുടിയുടെ വേരുകളെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് 20ഓ 25ഓ വയസ്സിൽ മുടി വെളുക്കുന്നത്, ചിലർക്ക് 50 വയസ്സിലും കറുത്തിരിക്കുന്നത്. നാടൻ പ്രതിവിധി: ഉറങ്ങുന്നതിനു മുമ്പ് അന്നത്തെ ദിവസത്തിന്റെ ഭാരം മനസ്സിലേക്ക് കൊണ്ടുപോകരുത്. ഒരു ചെറിയ നിയമമുണ്ടാക്കുക: ഉറങ്ങുന്നതിനു മുമ്പ് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു, നാളെയുള്ളത് നാളത്തേതാണ്. ഈ ശീലം മുടിയേക്കാൾ കൂടുതൽ ഞരമ്പുകളെ ചെറുപ്പമാക്കി നിർത്തുന്നു. നാടൻ ശീലം 18. ഇടുപ്പിലെയും കാൽമുട്ടിലെയും വേദന പ്രായമല്ല, മരവിപ്പാണ്. ഇടുപ്പിലെയും കാൽമുട്ടിലെയും വേദന പ്രായത്തിൽ നിന്ന് വരുന്നതല്ല. ശരീരം പകൽ മുഴുവൻ ഒരേ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ശരീരം വെള്ളം പോലെ ഒഴുകുകയാണെങ്കിൽ അത് ശുദ്ധമായിരിക്കും. നിന്നാൽ അഴുകാൻ തുടങ്ങും. നാടൻ പ്രതിവിധി: ദിവസത്തിൽ ഒരിക്കൽ പതുക്കെ നടക്കുക. വേഗത്തിലല്ല, വ്യായാമവുമല്ല, വെറുതെ നടക്കുക. നടക്കുമ്പോൾ ഫോൺ നോക്കരുത്, ശ്വാസം അനുഭവിക്കുക. ഈ ശീലം സന്ധികളുടെ പ്രായത്തെ തടയുന്നു. നാടൻ ശീലം 19. മുഖത്തെ അയവ്, ഉള്ളിലെ ക്ഷീണം. മുഖത്തെ ചർമ്മം പ്രായം പറയില്ല, അത് ഊർജ്ജത്തെ പറയുന്നു. ഉള്ളിൽ ഊർജ്ജം കുറയുമ്പോൾ മുഖം അയഞ്ഞു തൂങ്ങുന്നു. നാടൻ പ്രതിവിധി: രാവിലെ മുഖം കഴുകുമ്പോൾ പതുക്കെ വെള്ളം മുഖത്ത് ഒഴിക്കുക. പെട്ടെന്നല്ല, അവസാനം കുറച്ചുനേരം കൈപ്പത്തികൊണ്ട് മുഖം മൂടിവെക്കുക. ഈ സാധാരണ ശീലം മുഖത്ത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. നാടൻ ശീലം 20. വേഗത്തിൽ ജീവിക്കുന്നത് ഏറ്റവും വലിയ വിഷം. ഇത് ഏറ്റവും സാധാരണവും ഏറ്റവും അപകടകരവുമായ ശീലമാണ്. വേഗത്തിൽ കഴിക്കുക, വേഗത്തിൽ നടക്കുക, വേഗത്തിൽ സംസാരിക്കുക, വേഗത്തിൽ ചിന്തിക്കുക. ഈ തിടുക്കം ശരീരത്തെ നിരന്തരം അപകടകരമായ അവസ്ഥയിലാക്കുന്നു. അപകടകരമായ അവസ്ഥയിൽ ശരീരം യൗവനത്തോടെയിരിക്കില്ല. നാടൻ പ്രതിവിധി: ദിവസത്തിൽ ഒരു കാര്യം ബോധപൂർവം പതുക്കെ ചെയ്യുക. വെറും ഒന്ന് കഴിക്കുക, കുളിക്കുക, നടക്കുക. പതുക്കെ ചെയ്യുന്ന പ്രവൃത്തി ശരീരത്തെ പഠിപ്പിക്കുന്നു: ഞാൻ സുരക്ഷിതനാണ്,
സുരക്ഷിതത്വബോധം പ്രായത്തെ തടയുന്നു. നാടൻ ശീലം 21. വയറു ശുദ്ധിയാക്കൽ, ശരീരത്തിന്റെ യൗവനം. വയറു ശുദ്ധമല്ലെങ്കിൽ ഒരു പ്രതിവിധിയും ഫലിക്കില്ല. കാരണം വിഷമാദ്യം വയറ്റിലാണ് അടിഞ്ഞുകൂടുന്നത്. നാടൻ പ്രതിവിധി: രാത്രിയിൽ വളരെ ഭാരമുള്ള ഭക്ഷണം കഴിക്കരുത്. രാവിലെ വയറ്റിന് സമയം നൽകുക, തിടുക്കത്തിൽ അതിനെ ഓടിക്കരുത്. വയറ് എത്രത്തോളം ശാന്തമാണോ അത്രത്തോളം ശരീരം ചെറുപ്പമായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം: 40-ാം വയസ്സിലും ശരീരം ചെറുപ്പമായിരിക്കുന്നവർ ഒരു അത്ഭുതവും കാണിക്കുന്നില്ല. അവർ സ്ഥിരമായി തെറ്റുകൾ ചെയ്യുന്നില്ല. അവർ ദിവസവും അവരുടെ ശരീരവുമായി യുദ്ധം ചെയ്യുന്നില്ല. അവർ ദിവസവും അതിനെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല. അവർ അതിനെ നശിപ്പിക്കാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാടൻ ശീലം 22. സ്വയം വെറുക്കുന്നത് പ്രായത്തെ വേഗത്തിലാക്കുന്നു. ഇത് വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നു. എന്റെ ശരീരം മോശമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഞാൻ തടിച്ചതാണ്, ഞാൻ ദുർബലനാണ് എന്ന് ശരീരം കേൾക്കുന്നു. അതങ്ങനെ തന്നെയാകുന്നു. നാടൻ പ്രതിവിധി: ശരീരത്തെക്കുറിച്ചുള്ള പരാതികൾ നിർത്തുക. ഇത് പൂർണ്ണമല്ല, പക്ഷെ ഇത് നിങ്ങളുടേതാണ്. സ്വന്തം ശരീരത്തെ ബഹുമാനിക്കുന്ന ഒരാളുടെ ശരീരം അവനെ ദീർഘകാലം പിന്തുണയ്ക്കുന്നു. ഇനി ഈ മുഴുവൻ ഒഴുക്കിന്റെയും സൂത്രവാക്യം മനസ്സിലാക്കുക. 40-ാം വയസ്സിൽ 20-ന്റെ ശരീരം ഒരു മാന്ത്രിക വിദ്യയല്ല. അത് കേൾക്കുന്നതിന്റെയും നിർത്തുന്നതിന്റെയും പതുക്കെ ജീവിക്കുന്നതിന്റെയും ശരീരത്തെ ശത്രുവാക്കാതിരിക്കുന്നതിന്റെയും ഫലമാണ്. ഇത് പഠിക്കുന്നവന് പ്രായം കലണ്ടറിൽ മാത്രമായി തുടരും, ശരീരത്തിലല്ല. ഇനി ഒന്ന് നിന്നിട്ട് സ്വയം ചോദിക്കുക: നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് എതിരായിട്ടാണോ അതോ അതിനൊപ്പമാണോ ജീവിക്കുന്നത്? കാരണം അവിടെ നിന്നാണ് തീരുമാനമെടുക്കുന്നത്. ഈ ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ഭാഗത്തിലെല്ലാം ശരിയായിരുന്നിട്ടും ശരീരത്തെ തകർക്കുന്ന ആ ഒരു ശീലം എന്താണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് ചിലയാളുകൾ മരുന്നില്ലാതെയും ആരോഗ്യത്തോടെയിരിക്കുന്നത് എന്നും പ്രായം തടയുന്നതിനുള്ള അവസാനത്തെ നാടൻ സൂത്രവാക്യം. ഇതേ ആഴത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ എഴുതുക. ഇനി എല്ലാം ശരിയായിരുന്നിട്ടും ശരീരത്തെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന അവസാനത്തേതും എന്നാൽ ഏറ്റവും അപകടകരവുമായ ശീലത്തിലേക്ക് വരാം. നാടൻ ശീലം 23. ഉള്ളിലൊന്നും ശരിയല്ലാതിരിക്കുമ്പോൾ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത്. ഈ ശീലം വളരെ മാന്യമായി തോന്നുന്നു. എന്നാൽ ഇതാണ് ഏറ്റവും വിഷമയമായത്. ആരെങ്കിലും ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? എല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഉള്ളിൽ ക്ഷീണമുണ്ട്, അസ്വസ്ഥതയുണ്ട്, സമ്മർദ്ദമുണ്ട്, പറയാത്ത ദേഷ്യമുണ്ട്. ശരീരം അതെല്ലാം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വേദനയെ നിങ്ങൾ ആവർത്തിച്ച് നിഷേധിക്കുമ്പോൾ ശരീരം അത് ഒരു രോഗമായി കാണിക്കുന്നു. നാടൻ പ്രതിവിധി: ദിവസത്തിലൊരിക്കലെങ്കിലും നിങ്ങളോട് തന്നെ സത്യം പറയുക. കണ്ണാടിയുടെ മുന്നിലല്ല, ആരുടെയും മുന്നിലല്ല, ഉള്ളിൽ തന്നെ അംഗീകരിക്കുക. ഇന്ന് ഞാൻ ക്ഷീണിതനാണ്, ഇന്ന് എനിക്ക് ഭാരമുണ്ട്, ഇന്ന് എനിക്ക് വിശ്രമം ആവശ്യമാണ്. ഈ അംഗീകാരം ശരീരത്തിന് ആശ്വാസം നൽകുന്നു. ആശ്വാസം പ്രായത്തെ തടയുന്നു. നാടൻ ശീലം 24. അധികം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശരീരത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും. എന്നാൽ എല്ലാ ആഴ്ചയും പുതിയ ഡയറ്റ്, പുതിയ വ്യായാമങ്ങൾ, പുതിയ ഉപദേശങ്ങൾ എന്നിവ സ്വീകരിക്കുന്ന ആളുകളുടെ ശരീരമാണ് ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാകുന്നത് എന്നതാണ് സത്യം. എന്തുകൊണ്ട്? കാരണം ശരീരം സ്ഥിരത ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവുമുള്ള പുതിയ പരീക്ഷണങ്ങൾ ശരീരത്തെ ഭയപ്പെടുത്തുന്നു. ഭയപ്പെടുന്ന ശരീരം ചെറുപ്പമായിരിക്കില്ല. നാടൻ പ്രതിവിധി: കുറച്ചുമാത്രം ചെയ്യുക, പക്ഷേ നിരന്തരം ചെയ്യുക. ഒരു സമയം, ഒരു മാറ്റം. ശരീരം മാറ്റത്തിൽ നിന്നല്ല, സ്ഥിരതയിൽ നിന്നാണ് യൗവനത്തോടെയിരിക്കുന്നത്. നാടൻ ശീലം 25. രാവിലെയുള്ള വെയിലിൽ നിന്നുള്ള അകലം, മന്ദഗതിയിലുള്ള വിഷം. ആളുകൾ വെയിലിനെ ഭയപ്പെടുന്നു. എന്നാൽ ശരീരം വെയിലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രാവിലെയുള്ള ഇളം വെയിൽ കോശങ്ങളെ ഉണർത്തുന്നു. വെയിലില്ലാതെ അസ്ഥികൾ ദുർബലമാകുന്നു. മനസ്സ് മന്ദഗതിയിലാകുന്നു. നാടൻ പ്രതിവിധി: രാവിലെ 10-15 മിനിറ്റ് ഇളം വെയിൽ മുഖത്തല്ല, പുറത്തോ തോളിലോ കൊള്ളുക. ഈ ശീലം അസ്ഥികളുടെ പ്രായത്തെ തടയുന്നു. നാടൻ ശീലം 26. എപ്പോഴും ഭാവിയിൽ ജീവിക്കുന്നത്. ഈ ശീലം ശരീരത്തെ ഇപ്പോൾ തന്നെ പ്രായമുള്ളതാക്കുന്നു. നാളെ വിശ്രമിക്കാമെന്ന് നിങ്ങൾ പറയുമ്പോൾ നാളെ ശരിയാകും, നാളെ സമയം ലഭിക്കും. അപ്പോൾ ശരീരം ഇന്ന് ക്ഷീണിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ക്ഷീണം നാളത്തേക്ക് അടിഞ്ഞുകൂടും. നാടൻ പ്രതിവിധി: ഇന്ന് കുറച്ചെങ്കിലും പൂർണ്ണമായി ജീവിക്കുക. പൂർണ്ണമെന്നാൽ തികഞ്ഞത് എന്നല്ല, ഇന്നിനെ മാറ്റിവെക്കാതിരിക്കുക എന്ന് മാത്രം. ഇനി വളരെ ആഴത്തിലുള്ള ഒരു സത്യം: ശരീരത്തിന്റെ പ്രായം യഥാർത്ഥത്തിൽ സമയത്തിൽ നിന്നല്ല, അടിഞ്ഞുകൂടിയ സമ്മർദ്ദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഓരോ പറയാത്ത വാക്കും, പിടിച്ചുവെച്ച ഓരോ ശ്വാസവും, അടിച്ചമർത്തപ്പെട്ട ഓരോ വികാരവും, ഇതെല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടൽ വാർദ്ധക്യമായി മാറുന്നു. നാടൻ ശീലം 27. ശ്വാസം വിടാൻ മറക്കുന്നത്. ആളുകൾ ശ്വാസമെടുക്കുന്നു, പക്ഷേ പുറത്തുവിടുന്നില്ല. വേഗത്തിൽ പുറത്തുവിടുന്നു. ശ്വാസം പൂർണ്ണമായി പുറത്തുവിടാതിരിക്കുമ്പോൾ ശരീരത്തിൽ കാർബൺ അടിഞ്ഞുകൂടുന്നു. ഇത് ആന്തരിക ക്ഷീണമുണ്ടാക്കുന്നു. നാടൻ പ്രതിവിധി: ദിവസത്തിൽ പലതവണ ദീർഘമായി ശ്വാസം പുറത്തുവിടുക. പുറത്തുവിടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുറത്തുവിടുന്നത് ശരീരത്തെ പഠിപ്പിക്കുന്നു, ഇപ്പോൾ അപകടമില്ല. നാടൻ ശീലം 28. ശരീരത്തിൽ നിന്നുള്ള അകലം. ആളുകൾ ശരീരത്തിൽ ജീവിക്കുന്നു, പക്ഷേ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല. നടക്കുമ്പോൾ കാലുകൾ അനുഭവപ്പെടുന്നില്ല, കഴിക്കുമ്പോൾ രുചി അറിയുന്നില്ല, ഉറങ്ങുമ്പോൾ ശ്വാസം കേൾക്കുന്നില്ല. ഈ അകലം ശരീരത്തെ അനാഥമാക്കുന്നു.